നടപടിക്ക് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ വിധി അല്പസമയത്തിനകം ഉണ്ടാകും. കോടതി നടപടികൾ തുടങ്ങി. 11 മണിക്ക് കോടതി സമ്മേളിച്ചപ്പോൾ തന്നെ ഇപ്പോൾ ആദ്യ കേസായി എടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. വിധിപ്രസ്താവം ഉടനെ ഉണ്ടാകും എന്നാണ് ഗോകുൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗോകുൽ, നടപടിക്രമങ്ങൾ തുടങ്ങിയോ? ഈ ആദ്യ കേസായി പരിഗണിച്ചോ? ആദ്യ കേസായി തന്നെയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. വിധി പ്രസ്താവം ആരംഭിച്ചു എന്നുള്ളതാണ് കോടതിക്കകത്ത് നിന്ന് മനസ്സിലാവുന്നത്. കോടതിക്കകത്ത് ലിഷോയ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഈ ഇരട്ടക്കൊലപാതകത്തിൻ്റെ വിധി പ്രസ്താവൻ ഉടനുണ്ടാകും. കോടതി കേസ് എടുത്തു, വിധി പ്രസ്താവം ആരംഭിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് കോടതിക്കകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത്. ഏതായാലും വരുന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചെന്താമരയുടെ വിധി എന്താണെന്ന് നമുക്കറിയാൻ കഴിയും. ഏത് ശിക്ഷയാണ് ചെന്താമരയ്ക്ക് ലഭിക്കുക എന്നുള്ളതറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രം കാത്ത് നിന്നാൽ മതി. ആദ്യ കേസായി തന്നെ ഈ കേസ് കോടതി പരിഗണിക്കുകയായിരുന്നു. നാടിനെ നടുക്കിയ നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതകത്തിലെ വിധിയാണ് അല്പസമയത്തിനുള്ളിൽ വരാൻ പോകുന്നത്. ഇത് ഈ വിധിക്ക് മുൻപ് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ കോടതി തേടിയിരുന്നു. പ്രധാനമായും ഈ ജയിൽ അധികൃതരുടെ റിപ്പോർട്ടുകൾ തേടിയിരുന്നു, നിയമസഹായ സമിതിയുടെ റിപ്പോർട്ട് തേടിയിരുന്നു. അപ്പോൾ ഇതെല്ലാം റിപ്പോർട്ടും കോടതിക്ക് മുന്നിലുണ്ട്. ഇതിലുള്ള വാദം നടന്നിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ശിക്ഷാവാദം പൂർത്തിയായത്, ശിക്ഷയിലുള്ള വാദം പൂർത്തിയായത്. ഇപ്പോൾ ഈ വിധി പ്രസ്താവം ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ എന്താണ് വിധി, നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ വിധി എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. ഏതായാലും മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് പ്രകാരം സൈക്കോളജിക്കൽ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് കോടതി ഇപ്പോൾ പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അത് നേരത്തെ തന്നെ റിപ്പോർട്ടിൽ പുറത്തു വന്നിരുന്നു. അതനുസരിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ മെഡിക്കൽ ബോർഡ് കോടതിയിൽ നൽകിയിരുന്നു. നെന്മാറയ്ക്ക് യാതൊരു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുമില്ല. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കുറച്ച് നാൾ ഈ ശിക്ഷയിൽ വിധി കേൾക്കുന്ന സമയത്ത് ഇതെല്ലാം തന്നെ കോടതി ചെന്താമരയോട് ചോദിച്ചപ്പോൾ തനിക്ക് പ്രശ്നമുണ്ടെന്ന് ആരാണ് പറഞ്ഞതെന്നാണ് മറുചോദ്യമാണ് ചെന്താമര ചോദിച്ചത്. ആ സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അതിനാടകീയമായ രംഗങ്ങൾ കോടതിക്കുള്ളിൽ അരങ്ങേറിയതുമാണ്. ഇനി നമുക്കറിയാനുള്ളത് എന്തായിരിക്കും ഈ കേസിലെ വിധി എന്നുള്ളതാണ്. ശിക്ഷ എന്തായിരിക്കും? ചെന്താമരയ്ക്ക് കുറ്റം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു എന്നും ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചെന്താമരയ്ക്ക് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മാനസികമായ പ്രശ്നങ്ങളില്ല, കുറ്റം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു എന്നും റിപ്പോർട്ടിലുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ആവർത്തി കൂടി കോടതി പറയുകയാണ്. ഇപ്പോൾ ഉടൻ തന്നെ ഇതിൽ ശിക്ഷ എന്താണെന്നുള്ളത് ഈ വിധി പ്രസ്താവം ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഈ ആരംഭിക്കുന്നതിൻ്റെ മുറയ്ക്ക് പ്രതിക്ക് എന്തായിരിക്കും ശിക്ഷ എന്നുള്ളത് ഉടൻ തന്നെ അറിയാൻ കഴിയും. മാനസികമായ പ്രശ്നങ്ങൾ ഇല്ല, ചെന്താമരയ്ക്കില്ല എന്നുള്ളതും കോടതി ഇപ്പോൾ പ്രസ്താവിക്കുന്നു. കുറ്റം ന്യായീകരിക്കാൻ ഈ പ്രതി ശ്രമിക്കുന്നു എന്നുള്ളൊരു പരാമർശം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇനി എന്തായിരിക്കും ശിക്ഷ? പ്രധാനമായും കൊലപാതക കുറ്റം അടക്കം തെളിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ വധശിക്ഷയോ അതല്ലെങ്കിൽ ജീവപര്യന്തവുമാണ് പ്രതിക്ക് ശിക്ഷയായി ലഭിക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ളത്. നിയമസഹായ സമിതിയുടെ റിപ്പോർട്ടുണ്ട്, ജയിൽ അധികൃതരുടെ റിപ്പോർട്ടുണ്ട്, അതോടൊപ്പം തന്നെ മാനസികാരോഗ്യ വിദഗ്ധരുടെയും റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇതിൽ പല റിപ്പോർട്ടുകളും ചെന്താമരയ്ക്ക് എതിരുമാണ്. പ്രധാനമായും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ചെന്താമരയ്ക്ക് സൈക്കോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് കണ്ടെത്തുന്നത്. കുറ്റം ചെന്താമര ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടുകളെല്ലാം ചെന്താമരയ്ക്ക് എതിരാണ്. ഇനി എന്താണ് ചെന്താമരയുടെ വിധി? അതിൽ വധശിക്ഷ ലഭിക്കുമോ അതോ ജീവപര്യന്തമാകുമോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി തന്നെ കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ സമയം 11:07 അധികം വൈകാതെ തന്നെ വരുന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ ചെന്താമരയുടെ വിധി എന്താണ്, ശിക്ഷയിലുള്ള വിധി എന്താണ് എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഈ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ശിക്ഷയിലുള്ള വാദം പൂർത്തിയായിരുന്നു. അതിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് വധശിക്ഷ തന്നെ പ്രതിക്ക് നൽകണമെന്നാണ്. വധശിക്ഷ, കാരണം പ്രതി വധശിക്ഷ അർഹിക്കുന്ന ആളാണ്. അപൂർവമായ ഒരു കേസാണ്. ഒരു കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം അതിൻ്റെ ഇരയെ, ആ കേസിലെ ഇരയുടെ ഭർത്താവിൻ്റെ അമ്മയും കൊലപ്പെടുത്തിയ കേസാണ്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ ഉയർന്ന ശിക്ഷ തന്നെ ഈ പ്രതിക്ക് നൽകണം, അത് വധശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. പ്രതിഭാഗം അതിനെ എതിർത്തു. ഇളവ് നൽകണം, മാനസാന്തരത്തിനുള്ള സാധ്യതയുണ്ട്. ഈ സുധാകരന്റെ മക്കൾക്ക് താൻ ജയിലിൽ ജോലി എടുത്തതിന് ശേഷമുള്ള ലഭിക്കുന്ന പണം നൽകാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കോടതി ഇതെങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. കാരണം ഒരു കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി, അതായത് സജിത കേസിൽ കുറ്റക്കാരനാണെന്ന് ചെന്താമരയെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനു മുൻപ് ഈ കേസിൽ റിമാൻഡ് കഴിഞ്ഞ് കാലയളവ് കഴിഞ്ഞ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. വീണ്ടും കുറ്റം ചെയ്യാൻ സാധ്യതയുള്ള ആൾ എന്ന് ഡിസ്ട്രിക്ട് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടിനെയും ഇപ്പോൾ കോടതിക്കകത്ത് പരാമർശിക്കുന്നുണ്ട്.